ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു പാർട്ടി വ്ളോഗ് ആയാലോ. അപ്പോൾ ഞാൻ നിൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അളിയനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ അത് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് മുന്നേറ്റ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നാൽ ചെയ്യണ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ചുറ്റൊക്കെ ഒന്ന് നടക്കും. രാവിലെ തന്നെ ചുറ്റും അതുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ലൊരു സമാധാനമാണ് കേട്ടോ. നല്ല വൈബാണ് അവിടെ. നല്ലൊരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് പറമ്പിലൂടെ നടന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ കശുമാങ്ങനെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ പറമ്പിൽ ആദ്യമായിട്ട് ഉണ്ടായതാണ്. അപ്പോൾ അത് കഴിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയാമെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ വീട്ടിലൊരു സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ആ ദിവസം ജഗബോഗമാക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അനിയത്തിയും കൂടെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നു കേട്ടോ. ആ സൽക്കാരം ഡിഷസൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവൾ കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പുഡിങ്. ഞാൻ പിന്നെ മധുര അച്ചാർ ഉണ്ടാക്കി വെച്ച് തലേന്ന് തന്നെ. പിന്നെ ഉമ്മ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തലേന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞു വെച്ച്. പിന്നെ അത് കസ്റ്റാർഡിന് ഞങ്ങൾ കുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് ഞങ്ങൾ കുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് പിറ്റേന്ന് ഞാൻ വേഗം മൈച്ചൂട്ടിനെ വേഗം ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തൊരു പരിപാടി ചെയ്യുമ്പോൾ ഫസ്റ്റ് കുറച്ച് ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് അപ്പോൾ ഉള്ള പാത്രം അപ്പോൾ തന്നെ നമ്മൾ കഴുകി വെച്ചാൽ കുറേ പണി നമുക്ക് അങ്ങനെ ഒഴിഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ ഉമ്മ ആ സമയം വെച്ചിട്ട് കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കന് മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കി. പിന്നെ കുറച്ചും കൂടി ഉള്ളിയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉള്ളിയൊക്കെ തൊലിച്ച് പിന്നെ അതൊക്കെ കഴുകിയിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റ കട്ട് ചെയ്യാനുള്ള വെച്ചിട്ട് ഞാൻ അനിയത്തിനെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ അവളും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ കട്ട് ചെയ്യണത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് നല്ല ചൂട് സമയത്താണ് കേട്ടോ. അപ്പോൾ കിച്ചണിലൊക്കെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര ചൂടായിരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം പണി ഒരുക്കിയിട്ട് വേഗം ഇവിടുന്ന് സ്ഥലം വിടാന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് എൻ്റെ ഉമ്മ വേഗം തന്നെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ബീഫ് വെന്തപ്പോൾ ഞാൻ അങ്ങനെ അടുപ്പിലേക്ക് ബീഫ് മാറ്റി ഇനി വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഉച്ചയായപ്പോഴത്തേന് ഓരോരുത്തർ അളിയന്മാരൊക്കെ വിരലെടുത്തിട്ട് അങ്ങനെയൊക്കെ എത്തി. അങ്ങനെ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ വേഗം തന്നെ ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഉമ്മ അപ്പത്തിന് ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബീഫൊക്കെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പോൾ സൈഡ് ഡിഷായിട്ട് തൈരും അച്ചാറും പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട്. പിന്നെ തലേന്ന് ഉണ്ടാക്കിയിട്ടുള്ള മധുര അച്ചാറും ഉണ്ട്. അങ്ങനെ ഉച്ചയായപ്പോഴത്തേന് എല്ലാ സംഭവങ്ങളും പെട്ടെന്നായിട്ടോ. അങ്ങനെ ഒരു ഹൽബറി ഒന്നും ആയില്ല. തലേന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അങ്ങനെ എല്ലാതും റെഡിയാക്കി വെച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ഡെസേർട്ടൊക്കെ വിളമ്പിയത്. പിന്നെ അത് ഞങ്ങൾ 2 കാരണവന്മാരാണ് കേട്ടോ ഇവർക്ക് പിന്നെ ബിരിയാണി ഒന്നും പറ്റില്ല. ഇവർക്ക് മന്തി മയോണൈസ് ആയാൽ മതി. അപ്പോൾ അവർക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മന്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡെസേർട്ടൊക്കെ കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ കസ്റ്റാർഡിൻ്റെ ഒപ്പം ഇതുപോലെ കുറച്ച് ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.